തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ഇന്ന് യേശുക്രിസ്തുവിന് 100 കോടിയിലധികം അനുയായികളുണ്ട്. 4 സുവിശേഷങ്ങൾ ക്രിസ്തീയ മാർഗത്തിന്റെ ഉദ്ഭവം രേഖപ്പെടുത്തുന്നു. മറ്റു സുവിശേഷങ്ങളിൽ പല സംഭവങ്ങളും വിവരിക്കുന്നുണ്ട്. ഒരേ സംഭവം വ്യത്യസ്ത രീതിയിലാണ് ഇവയിൽ വിവരിച്ചിരിക്കുന്നത്. യേശുവിന്റെ ഈ ജീവിതകഥയ്ക്ക് ആധാരമായിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം മാത്രമാണ്. ശ്രീമാനായ തെയോഫിലോസേ, നമ്മുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെ ക്രമമായി വിവരിക്കുന്ന ഒരു ചരിത്രം താങ്കൾ സകല സത്യവും അറിയാൻ ഞാൻ എഴുതുന്നു. അഗുസ്തോസ് കൈസർ റോമ ചക്രവർത്തിയും മഹാനായ ഹെറോദാവ് യഹൂദ രാജാവുമായിരുന്ന കാലത്ത് ദൈവം ഗബ്രിയേൽ ദൂതനെ നസറത്ത് എന്ന പട്ടണത്തിൽ ഒരു കന്യകയുടെ അടുക്കൽ അയച്ചു. അവരുടെ പേർ മറിയ എന്നായിരുന്നു. മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. ഇതെങ്ങനെ സംഭവിക്കും? ഞാനൊരു കന്യകയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. യഹൂദ്യ പട്ടണത്തിൽ താമസിക്കുന്ന തന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിന്റെ അടുക്കിലേക്ക് മറിയ പോയി. എലിസബത്ത് അത്ഭുതകരമായ ഗർഭവതിയായിരുന്നു. എലിസബത്ത്, മറിയേ, എന്റെ ചാർച്ചക്കാരി, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ കേട്ടപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. എന്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. റോമാ ചക്രവർത്തി ലോകമൊക്കെയും ജനസംഖ്യ എടുക്കുവാനുള്ള ആജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നു. സാമന്ത രാജ്യങ്ങളായ യഹൂദയിലും ഗലീലയിലുമുള്ള എല്ലാവരുടെയും ജനസംഖ്യ എടുക്കുന്നതിന് പുരുഷന്മാരെല്ലാം അവരവരുടെ ജന്മനാട്ടിൽ പേർ ചാർത്തേണം. ഇവൾ ക്ഷീണിതയാണ്. ദയവായി ഞങ്ങൾക്ക് വിശ്രമിക്കാൻ ഒരിടം തരാമോ? അങ്ങനെ മറിയയും തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന യോസഫിനോടും കൂടെ ചാർത്തപ്പെടേണ്ടതിന് യഹൂദ്യയിലുള്ള ബേത്ലഹേം പട്ടണത്തിലേക്ക് പോയി. എന്നാൽ അവർക്ക് ഇവിടെ താമസിപ്പാൻ ഇടം കിട്ടിയില്ല. അവർക്ക് ലഭിച്ചത് വെറുമൊരു പശുത്തൊഴുത്ത് മാത്രമായിരുന്നു. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ ചെയ്തുകൊണ്ട് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ദൂതൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ദൈവ തേജസ് അവർക്ക് ചുറ്റും മിന്നി. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആട്ടിടയന്മാർ ബന്ധപ്പെട്ടിയെന്ന് മറിയയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അതിനുശേഷം അവർ ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള സ്വാർത്ത ആദ്യമായി ലോകത്തെ അറിയിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം ശിശുവിനെ പരിച്ഛേദന കഴിക്കുവാനുള്ള സമയമായപ്പോൾ അവന് യേശു എന്ന് പേരിട്ടു. യോസഫും മറിയയും ശിശുവിനെ യെരുശലേമിലേക്ക് കൊണ്ടുപോയി ദൈവത്തിന് സമർപ്പിച്ചു. ദേവാലയത്തിൽ നല്ലവനും നീതിമാനുമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ക്രിസ്തുവിനെ കാണും മുൻപ് അവൻ മരിക്കയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് വാഗ്ദത്തം ലഭിച്ചിരുന്നു. അവന്റെ പേര് ശിമയോൻ എന്നായിരുന്നു. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ അടിയന് സമാധാനത്തോടെ വിട്ടയക്കുന്നു. നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ഈ ശിശു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ.
മോശയുടെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരുന്നതൊക്കെയും നിവർത്തിച്ച ശേഷം അവർ യെരുശലേം വിട്ട് നസ്രത്തിലേക്ക് മടങ്ങിപ്പോയി. യേശുവിന് 12 വയസ്സായപ്പോൾ യോസഫും മറിയയും അവനെ പെരുന്നാളിന് യെരുശലേമിലേക്ക് കൊണ്ടുപോയി. അവർ മടങ്ങി വരുമ്പോൾ ബാലനും തങ്ങളോടൊപ്പം ഉണ്ടെന്ന് അവർ വിചാരിച്ചു. എന്നാൽ യേശു ദേവാലയത്തിൽ തന്നെ താമസിച്ചു. അവനെ അന്വേഷിച്ചുകൊണ്ട് അവർ യെരുശലേമിലേക്ക് മടങ്ങി. 3 ദിവസം കഴിഞ്ഞ് അവൻ ദേവാലയത്തിൽ യഹൂദമത നേതാക്കന്മാരോടും മൂപ്പന്മാരോടും കൂടി ഇരിക്കുന്നത് കണ്ടു. ഇവൻ ആരുടെ മകനാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ? ഇവൻ നസ്രേത്തുകാരനാണ്. ഇവൻ ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് വിചാരിച്ചു. ദയവായി അവന്റെ തീഷ്ണത അവനോട് ക്ഷമിക്കൂ. അവന്റെ വാക്കുകൾ കേട്ടവരെല്ലാം അത്ഭുതപ്പെട്ടു. മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ അപ്പനും ഞാനും എത്ര വ്യസനത്തോടെയാണ് നിന്നെ തിരഞ്ഞത്. നിങ്ങൾ എന്നെ തിരഞ്ഞ എന്തിന്? ഞാൻ എന്റെ പിതാവിനോടൊപ്പം ഇരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? യേശു അവരോടുകൂടി നസ്രത്തിലെത്തി. ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും അവൻ മുതിർന്നു വന്നു. തിബരിയോസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദിയായിലും ഹേറോദാവ് ഗലീലയിലും വാഴുമ്പോൾ ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായിരിക്കുന്ന കാലത്ത് യോഹന്നാന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ദൈവം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കേണ്ടതിന് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുവിൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാണിത്. കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നുവരും, എല്ലാ മലയും കുന്നും താഴും. വളഞ്ഞ വഴികൾ ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയെ കാണും. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും സർപ്പസന്തതികളെ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? പറയൂ, പറയൂ, ഞങ്ങൾ ഏത് വഴിക്ക് തിരിയണം? നിങ്ങളിൽ 2 ഉടുപ്പുള്ളവൻ അതിൽ നിന്നും ഒരുടുപ്പ് ഇല്ലാത്തവന് കൊടുക്കട്ടെ. ഭക്ഷണ സാധനങ്ങളും പങ്കിടട്ടെ. ഗുരു, ഞങ്ങൾ ചുങ്കം പിരിക്കുന്നവരാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം? നിയമവിരുദ്ധമായി ഒന്നും പിരിക്കരുത്. ഞങ്ങൾ പടയാളികളാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം? ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതിയെന്ന് വയ്പ്പിൻ. പറയൂ, നീയാണോ ക്രിസ്തു? ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ എന്നിലും ബലവാനായവൻ എന്റെ പിന്നാലെ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അവന് വീശുമുറം കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ
അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദവും ഉണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. തന്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം 30 വയസ്സായിരുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവൻ യോർദാൻ വിട്ടുമടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചിരുന്നില്ല. പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തരാൻ കൽപ്പിക്ക്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ എല്ലാ വചനത്താലും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവനെ കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കിലേൽപ്പിച്ചിരിക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം നമസ്കരിക്കുക, അവനെ മാത്രം ആരാധിക്കുക എന്ന് എഴുതിയിരിക്കുന്നു. പിന്നെ പിശാച് അവനെ യെരുശലേം ദേവാലയത്തിന്റെ ഉയർന്ന ഗോപുരത്തിലേക്ക് കൊണ്ടുപോയി നിർത്തി. നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക. നിന്നെ കാപ്പാൻ അവൻ തന്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതവണ്ണം അവൻ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിരുവെഴുത്ത് പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. അങ്ങനെ യേശു താൻ വളർന്ന നസറത്തിൽ വന്നു. മകളെ, ഗുരു, ശബത്തിൽ അവൻ പതിവ് പോലെ ദേവാലയത്തിൽ പോയി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു ഭാഗം വായിപ്പാൻ അവനെ വിളിച്ചു. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കാൻ കർത്താവിനെ അഭിഷേകം ചെയ്യാൽ അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. ഇന്ന് നിങ്ങൾ ഈ വചനം വായിച്ചു കേട്ടിരിക്കുകയാൽ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു. എന്താ തിരുവെഴുത്ത് നിവൃത്തിയായിരുന്നു? എന്നാൽ മസീഹ് മാത്രമേ ഈ വാഗ്ദാനം നിറവേറ്റാൻ കഴിയൂ. ഞങ്ങൾ എങ്ങനെ അറിയും? വൈദ്യ, നീ നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കഫർന്നഹൂമിൽ ഉണ്ടായതെല്ലാം നീ നിന്റെ പിതൃഭവനത്തിലും ചെയ്യുക എന്ന് നിങ്ങൾ എന്നോട് പറയും. നിശ്ചയം ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും തന്റെ പിതൃഭവനത്തിൽ സമ്മതനല്ല.
തന്റെ ജനത്തെ രക്ഷിപ്പാനുള്ള ദൈവത്തിന്റെ അഭിഷിക്തനായ മശിഹയായി ദൈവം അവനെ അയച്ചു. എന്നാൽ യഹൂദന്മാർ അവനെ തങ്ങളുടെ മശിഹയായി അംഗീകരിച്ചില്ല. പ്രത്യുത അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി അവനെ തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. അവനാകട്ടെ പുരുഷാരത്തിന് നടുവിൽ കൂടി നടന്ന് അവന്റെ വഴിക്ക് പോയി. അനന്തരം അവൻ ഗലീലിയിലെ ഒരു പട്ടണമായ കഫർന്നഹൂമിൽ വന്നു. റോമ സാമ്രാജ്യത്തിന്റെ അധീനതയിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾ തങ്ങളുടെ യാതനകളിൽ നിന്ന് അവരെ രക്ഷിപ്പാനുള്ള മശിഹായെ നോക്കി പാർത്തുകൊണ്ടിരുന്നു. നിനക്ക് സമാധാനം. നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ശീമോനെ, ഞാൻ നിന്റെ പടകിൽ കയറട്ടെ? കയറാമല്ലോ. അവൻ നമ്മളെ വിട്ടു പോവുകയാണോ? ഞങ്ങളെ ഉപദേശിച്ചാലും ഞങ്ങളോട് സംസാരിച്ചാലും ഒരിക്കൽ രണ്ടുപേർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരാൾ പരീശനും മറ്റേയാൾ ചുങ്കക്കാരനുമായിരുന്നു. പരീശൻ തനിയെ മാറുനിന്ന് തന്നോടായി ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ മറ്റു മനുഷ്യരെ പോലെ ഞാൻ അല്ലായികയാലും ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ലായികയാലും ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 ദിവസം ഞാൻ ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു. എന്നാൽ ചുങ്കക്കാരനാകട്ടെ ദൂരത്തുനിന്ന് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ പറയുന്നു, പരീശനല്ല, പിന്നെയോ പാപിയായ ഈ മനുഷ്യനാണ് നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിപ്പോയത്. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. പടക് ആഴത്തിലേക്ക് നീക്കൂ, നീയും കൂട്ടാളികളും ചേർന്ന് മീൻ പിടിക്കുവാൻ വലയിറക്കുവിൻ. നാഥ, രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. യാക്കോബ്, യോഹന്നാൻ, യാക്കോബ്, യോഹന്നാൻ, നിങ്ങൾ പടകുമായി ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ ഒന്ന് സഹായിക്കൂ. വേഗമാകട്ടെ. ഒരു നിവൃത്തിയുമില്ല, ഞങ്ങൾക്ക് വല നിറയെ മീൻ ലഭിച്ചിരിക്കുന്നു. മതി മതി, അത് മതി. കർത്താവെ, എന്നെ വിട്ടു പോകണമേ. ഞാൻ പാപിയായ മനുഷ്യനാണ്. ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. നിങ്ങൾ ചെവിചായ്ച്ച് എന്റെ അടുക്കൽ വരുവിൻ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. ദുഷ്ടൻ തന്റെ വഴികളെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. അവൻ അവനോട് കരുണ കാണിക്കും, അവൻ ധാരാളം ക്ഷമിക്കും. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. അതാ വരുന്നുണ്ട്, എത്തിക്കഴിഞ്ഞു. നോക്കൂ. യേശുവേ, യേശുവേ, എന്റെ ഒരേ ഒരു മകളാണ്, അവളെ രക്ഷിക്കണമേ. നാഥ, കരുണ കാണിക്കണമേ. അവൾക്ക് 12 വയസ്സേ ഉള്ളൂ, മരിക്കാറായിരിക്കുന്നു. ദയവായി എന്റെ കൂടെ വരണമേ. യായിറോസേ, ഒന്ന് നിൽക്കൂ. യേശുവേ, നിന്റെ മകൾ മരിച്ചുപോയി. ഗുരുവിനെ ഇനിയും പ്രയാസപ്പെടുത്തണ്ട. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ നിന്റെ മകൾ രക്ഷപ്പെടും.
നിങ്ങൾ കരയേണ്ട. അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മകളെ, എഴുന്നേൽക്കൂ. അവൾക്ക് ഭക്ഷണം കൊടുക്കൂ. നോക്കൂ, സംഭവിച്ചതൊന്നും ആരും അറിയണ്ട. അതിനുശേഷം മത്തായി എന്നു പേരുള്ളൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരുന്ന് കരം പിരിക്കുന്നത് യേശു കണ്ടു. എന്നെ അനുഗമിക്കൂ. അക്കാലത്ത് യേശു പ്രാർത്ഥിപ്പാനായി ഒരു മലയിൽ ചെന്നു. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി മുഴുവൻ അവൻ ചെലവഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ 12 ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവർക്ക് അപ്പോസ്തോലന്മാർ എന്ന് പേരിട്ടു. പത്രോസ് എന്നു പേര് വിളിച്ച ശീമോൻ, പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, മത്തായി, തോമസ്, അൽഫയുടെ മകൻ യാക്കോബ്, എരിവുകാരനായ ശിമോൻ, യാക്കോബിന്റെ സഹോദരനായ യൂദ, യേശുവിനെ പിന്നീട് ഒറ്റിക്കൊടുത്ത യൂദാസ് കരിയോത്ത്. ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ വിശക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദുഷിക്കുകയും നിന്ദിക്കുകയും നിങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇങ്ങനെ സംഭവിക്കുമ്പോൾ സന്തോഷിച്ചു തുള്ളുവിൻ. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതായിരിക്കും. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. അത്രേ എന്റെ കയ്യിലുള്ളൂ. സമ്പന്നരായ നിങ്ങൾ കയ്യോ കഷ്ടം. നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു പോയല്ലോ. കാശ് വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ചിരിക്കുന്ന നിങ്ങൾ കയ്യോ കഷ്ടം.
നിങ്ങൾ ദുഃഖിച്ചു കരയും. മനുഷ്യർ നിങ്ങളെ പുകഴ്ത്തുമ്പോൾ നിങ്ങൾ കയ്യോ കഷ്ടം, അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. എന്നാൽ എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ പഴിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നിങ്ങളുടെ ഒരു ചകിട്ടത്തടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുപ്പിൻ. നിന്റെ പുതപ്പെടുത്ത് കളയുന്നവന് വസ്ത്രം കൂടി വിട്ടുകൊടുക്കുക. നിങ്ങളോട് ചോദിക്കുന്ന എല്ലാവർക്കും കൊടുപ്പീൻ. നിങ്ങൾക്കുള്ളത് ആരെങ്കിലും എടുത്തു കളഞ്ഞാൽ അത് മടക്കി ചോദിക്കരുത്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും പോലെ നിങ്ങൾ അവർക്കും ചെയ്വീൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്തനുഗ്രഹം കിട്ടും? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുവല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് മാത്രം നന്മ ചെയ്താൽ നിങ്ങൾക്ക് എന്തനുഗ്രഹം ലഭിക്കും? പാപികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. അവളെ അവൻ എങ്ങനെ തൊടാൻ കഴിഞ്ഞു? അവളോട് അവൻ എങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞു? നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ, ഒന്നും ഇച്ഛിക്കാതെ കടം കൊടുക്കുവിൻ. എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും. അങ്ങനെ നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും. അവൻ നന്ദികെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. കരുണ കാണിപ്പിൻ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് കരുണ കാണിക്കുന്നത് പോലെ. യേശുവേ, ഞങ്ങളെ രക്ഷിക്കണമേ. വിധിക്കരുതേ, എന്നാൽ നിങ്ങളെയും വിധിക്കുകയില്ല. ശിക്ഷിക്കരുത്, എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകില്ല. ക്ഷമിപ്പീൻ, എന്നാൽ നിങ്ങളോടും ക്ഷമിക്കും. കർത്താവേ, നിന്റെ പാതയെ ഞങ്ങളെ നയിച്ചാലും. കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്കും കിട്ടും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. കുരുടന് കുരുടനെ വഴി കാണിപ്പാൻ കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഇരുവരും കുഴിയിൽ വീഴും. എന്നാൽ നീ സഹോദരന്റെ കണ്ണിലെ കരട് കാണുകയും സ്വന്തം കണ്ണിലെ കോലിനെ പറ്റി വിചാരിക്കാതിരിക്കുകയും ചെയ്യുന്നത്? നാഥ, ഞങ്ങളെ വഴി നടത്തണമേ. നാഥ, അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നിന്നെ പ്രസവിച്ചു വളർത്തിയ മാതാവ് എത്ര ഭാഗ്യമുള്ളവൾ. ദൈവവചനം കേട്ട് പ്രമാണിക്കുന്നവരാണ് അധികം ഭാഗ്യവാന്മാർ. ഞാൻ ഈ മനുഷ്യനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു. അവനൊരു പക്ഷേ മശിയായിരിക്കുമോ? ഈ പരീശൻ തന്നോടുകൂടി ഭക്ഷണം കഴിക്കാൻ യേശുവിനെ ക്ഷണിച്ചു. യേശു അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നു. പിള്ളേരെ ശല്യമുണ്ടാക്കാതെ പോ. പറഞ്ഞത് കേട്ടില്ലേ? പോ. പിള്ളേര് വലിയ ശല്യക്കാരാ. അവൾ എന്ത് ചെയ്യാൻ ഇവിടെ? ഞാൻ അറിയുന്നില്ല. മനുഷ്യൻ യഥാർത്ഥ പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും അവളെ എങ്ങനെയുള്ളവളാണെന്നും അറിയുമായിരുന്നു. ഏത് തരത്തിലുള്ള പാപജീവിതമാണ് ഇവൾ നയിക്കുന്നതെന്നും അറിയുമായിരുന്നു. ശീമോനെ, ഈ സ്ത്രീ ആരാണെന്ന് എനിക്കറിയാം. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? പണം കടം കൊടുക്കുന്നൊരുവന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുവൻ 500 വെള്ളിക്കാശും മറ്റവന് 50 വെള്ളിക്കാശും. കടം വീട്ടാൻ വകയിലാകിയാൽ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു. ഇവരിൽ ആരവനെ അധികം സ്നേഹിക്കും? അധികം ഇളച്ചു കിട്ടിയവനെന്ന് ഞാൻ ഊഹിക്കുന്നു. ശരിയാണ്. ഈ സ്ത്രീയെ കാണുന്നു. ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാലിന് വെള്ളം തന്നില്ല.
എന്നാൽ കണ്ണുനീരുകൊണ്ട് ഇവൾ എന്റെ കാൽ കഴുകി തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം നിന്ന് സ്വീകരിച്ചില്ല. ഇവളോ ഞാൻ അകത്തു വന്നത് മുതൽ ഇടപെടാതെ എന്റെ കാൽ ചുംബിച്ചു. നീ എന്റെ തലയിൽ സുഗന്ധതൈലം പൂശിയില്ല. ഇവളോ പരിമളതൈലം കൊണ്ട് എന്റെ കാൽ പൂശിയിരിക്കുന്നു. ഞാൻ നിന്നോട് പറയുന്നു, ഇവൾ കാണിച്ച വലിയ സ്നേഹം കൊണ്ട് തന്നെ ഇവരുടെ അനേക പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. അല്പപാപം മോചിച്ചു കിട്ടിയവൻ അല്പമായി മാത്രം സ്നേഹിക്കുന്നു. നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. സമാധാനത്തോടെ പോക. അനന്തരം അവൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് സഞ്ചരിച്ചു. 12 ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ഭൂതങ്ങളിൽ നിന്നും വിടുതൽ ലഭിച്ച ചില സ്ത്രീകളും അവനോടുകൂടി ഉണ്ടായിരുന്നു. മഗ്ദലാക്കാരത്തി മറിയ, ഹേറോദ രാജാവിന്റെ കാര്യവിചാരകനായ കൂസയുടെ ഭാര്യ യോഹന്ന, ശൂശന്ന എന്നിവരും യേശുവിനെ അനുഗമിച്ചിരുന്നു. എന്നാൽ ഗലീലയിലെ ഇടപ്രഭുവായ ഹേറോദാവ് സഹോദരന്റെ ഭാര്യ വിവാഹം ചെയ്തതിനെ യോഹന്നാൻ സ്നാപകൻ അധിക്ഷേപിച്ചു. ഇതുമൂലം യോഹന്നാനെ ഹേറോദാവ് തടവിലാക്കി. എന്താ? യേശു നയീൻ പട്ടണത്തിന്റെ പടിവാതിൽ നടത്തപ്പോൾ മരിച്ചുപോയ ഒരുവനെ പുറത്തു കൊണ്ടിരുന്നു കണ്ടു. അവൻ വിധവയായ അമ്മയുടെ ഒരേ മകനായിരുന്നു. അവളെ കണ്ടപ്പോൾ യേശുവിന്റെ മനസ്സലിഞ്ഞു. അവൻ അടുത്തിയെന്നു ശവമഞ്ചം തൊട്ടുകൊണ്ട് പറഞ്ഞു, യുവാവേ എഴുന്നേൽക്ക. മരിച്ചയാൾ എഴുന്നേറ്റിരുന്നു, സംസാരിച്ചു. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. വരുവാനുള്ളവൻ നീയോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്നവനോട് ചോദിക്ക്. ഗുരു, ഗുരു, യോഹന്നാൻ സ്നാപകനാണ് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചത്. വരുവാനുള്ളവൻ നീ തന്നെയാണോ, അതോ ഞങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണമോ? മടങ്ങിച്ചെന്ന് കാണുന്നതും കേൾക്കുന്നതും യോഹന്നാനെ അറിയിപ്പിൻ. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു. എന്നെക്കുറിച്ച് സംശയമില്ലാത്തവരോ എത്ര ഭാഗ്യവാന്മാർ. എന്റെ തോളിൽ കയറിയിരിക്കൂ. ഇപ്പൊ കാണാമോ? എനിക്കിപ്പോൾ യേശുവിനെ കാണാമല്ലോ. വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിത്ത് വിതച്ചപ്പോൾ ചിലത് വഴിയരികെ വീണ വഴിയാത്രക്കാർ ചവിട്ടിക്കളഞ്ഞു. ബാക്കി പറവകൾ തിന്നുകളഞ്ഞു. മറ്റു ചിലത് പാറമേൽ വീണു. പാറമേൽ വീണത് മുളച്ചപ്പോൾ നനവില്ലായകയാൽ ഉണങ്ങിപ്പോയി. ചില വിത്ത് മുള്ളിനിടയിൽ വീണു. മുള്ളും കൂടെ മുളച്ച് അതിനെ ഞെരുക്കിക്കളഞ്ഞു. വേറെ ചിലത് നല്ല മണ്ണിൽ വീണു. കതിർ കുലച്ച് നല്ല ധാന്യമായി തീർന്നു. 100 മേനി വീതം. ഗുരു, ജനം കൂടി വരുമ്പോഴൊക്കെയും എന്തുകൊണ്ടാണ് നീ ഉപമകളാൽ സംസാരിക്കുന്നത്? ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ശേഷമുള്ളവർക്കോ കണ്ടിട്ടും കാണാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും ഉപമകളിലത്രേ. ഉപമയുടെ അർത്ഥം ഇതാണ്. വിത്ത് എന്നുള്ളത് ദൈവവചനമാകുന്നു. വഴിയരികിൽ വീണ വിത്ത് വചനം കേട്ടവരെ കുറിക്കുന്നു.
എന്നാൽ പിശാച് വന്നിവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന് വചനം അവരുടെ ഹൃദയങ്ങളിൽ നിന്നും എടുത്തു കളയുന്നു. പാറമേൽ വീണ വിത്ത് ദൈവവചനം കേട്ട് സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരെ കുറിക്കുന്നു. പക്ഷെ അവർക്ക് വേരില്ല. അവരുടെ വിശ്വാസം ക്ഷണികമാകുന്നു. എന്നാൽ പരീക്ഷയിൽ അവർ അകപ്പെടുമ്പോൾ പിന്മാറിപ്പോകുന്നു. മുള്ളിനിടയിൽ വീണത് വചനം ശ്രദ്ധയോടെ കേൾക്കുന്നവരാണ്. എന്നാൽ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ദ്രവ്യാഗ്രഹവും ഇവരെ ഞെരുക്കിക്കളയുന്നു. ഇവർ ഒരിക്കലും പൂർണ്ണമായ ഫലം നൽകുന്നില്ല. നല്ല നിലത്ത് വീണ വിത്ത് വചനം കേട്ടിട്ട് നന്മ നിറഞ്ഞതും അനുസരണമുള്ളവരുമായ ഹൃദയത്തിനുടമകളെ കുറിക്കുന്നു. അങ്ങനെ അവർ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. വിളക്ക് കൊളുത്തിയ ശേഷം ആരും പാത്രം കൊണ്ട് മൂടുന്നില്ല, കട്ടിൽ കീഴിൽ വെക്കുന്നതുമില്ല. പകരം വിളക്ക് തണ്ടിന്മേൽ വെക്കുന്നു. അങ്ങനെ അത് അകത്തു വരുന്നവർക്ക് മുഴുവൻ വെളിച്ചം നൽകുന്നു. വെളിപ്പെട്ടു വരാതെ നിഗൂഢമായിരിക്കുന്നത് ഒന്നും തന്നെയില്ല. പ്രസിദ്ധമായി വെളിച്ചത്ത് വരാതെ മറവായിട്ടിരിക്കുന്നതും ഒന്നുമില്ല. നിങ്ങൾ എങ്ങനെ കേൾക്കുന്നുവെന്ന് സൂക്ഷിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ ഉള്ളവന് കൂടുതൽ കിട്ടും, എന്നാൽ ഇല്ലാത്തവനിൽ നിന്നും അവൻ ഉണ്ട് എന്ന് വിചാരിക്കുന്നതും കൂടെ എടുത്തു കളയും. ഗുരു, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാത്ത് പുറത്തു നിൽക്കുന്നു. അവർക്ക് നിന്നെ കാണണം. എന്റെ അമ്മയും സഹോദരന്മാരും ദൈവത്തിന് വചനം കേട്ട് അനുസരിക്കുന്നവർ അത്രേ. ഒരു ദിവസം യേശു ശിഷ്യന്മാരുമായി പടകിൽ കയറി. അവരോട് അവൻ പറഞ്ഞു, നമുക്ക് തടാകത്തിന്റെ അക്കരെ പോകാം. അവർ പടക് നീക്കി ഓടുമ്പോൾ യേശു ഉറങ്ങിപ്പോയി. നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നു. നിങ്ങളുടെ വിശ്വാസം എവിടെ? അവർ ഗലീലയ്ക്കക്കരെയുള്ള ഗെരസേന ദേശത്തെത്തി. യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, എന്നെ ഉപദ്രവിക്കരുത്. നിന്റെ പേരെന്ത്? ലഗിയോൻ. കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ പാതാളത്തിലേക്ക് അയക്കരുത്. ഈ പന്നിക്കൂടത്തിൽ കിടക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ. ഭൂതങ്ങൾ ആ മനുഷ്യനെ വിട്ട് പന്നികളിൽ കടന്നു. ഇവിടുന്ന് പോകൂ. ഏയ് മന്ത്രവാദി,
നീ എവിടെ പോയാലും നിന്റെ കൂടെ വരേണ്ടതിന് എന്നെ അനുവദിക്കണമേ. നീ വീട്ടിൽ ചെന്ന് ദൈവം നിനക്ക് ചെയ്തതറിയിക്കുക. യേശു ശിഷ്യന്മാരുമായി ബേത്സീദ എന്ന പട്ടണത്തിലേക്ക് തിരിച്ചുപോയി. എന്നാൽ ഇതറിഞ്ഞ ജനക്കൂട്ടം അവനെ പിന്തുടർന്നു. സന്ധ്യ കഴിയാറായപ്പോൾ പത്രോസ് അവനോട് പറഞ്ഞു, ഗുരു, ജനക്കൂട്ടത്തെ പറഞ്ഞയച്ചാലും അവർ ചുറ്റുമുള്ള ഊരുകളിലും പട്ടണങ്ങളിലും പോയി ആഹാരം കഴിക്കുകയും രാത്രി പാർക്കുകയും ചെയ്യട്ടെ. ഇതൊരു വിജന പ്രദേശമാണല്ലോ. നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുക. 5 അപ്പവും 2 മീനും അല്ലാതെ മറ്റൊന്നുമില്ല. മഹത്വത്തിൽ ഇരിക്കുന്നവനായ ഞങ്ങളുടെ നാഥ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവേ, ഈ ആഹാരത്തെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എന്തൊരു അത്ഭുതം! വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജനം എന്നെ ആരെന്ന് പറയുന്നു? ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയ പ്രവാചകനെന്നും വേറെ ചിലർ നീ ഉയർത്തെഴുന്നേറ്റ പുരാതന പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. എന്നാൽ നിങ്ങൾ പറയുന്നത് ഞാൻ ആരെന്നാണ്? നീ ദൈവപുത്രനായ ക്രിസ്തുവാകുന്നു. നീ ഇത് ആരോടും പറയരുത്. മനുഷ്യപുത്രൻ പലതും സഹിക്കേണ്ടി വരികയും തള്ളപ്പെടുകയും ചെയ്യും. അവനെ മരണത്തിനേൽപ്പിക്കും. എങ്കിലും 3 നാൾ കഴിഞ്ഞ് അവൻ ഉയർത്തെഴുന്നേൽക്കും. നിങ്ങൾ ആരെങ്കിലും എന്നെ അനുഗമിക്കുന്നുവോ? ഞാൻ നിന്നെ അനുഗമിക്കാം. എന്നാൽ ആദ്യം ഞാൻ പോയി വീട്ടിലുള്ളവരോട് യാത്ര പറയട്ടെ. കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരല്ല. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും സ്വന്തം ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അത് നഷ്ടപ്പെടും. ഞാൻ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു പ്രയോജനം? ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് ലജ്ജിച്ചാൽ
അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തന്റെയും തന്റെ പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മുഹൂർത്തത്തിൽ വരുമ്പോൾ ലജ്ജിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം കാണുവോളും മരണം ആസ്വദിക്കാത്ത ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ട്. അനന്തരം യേശു പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി. അവന്റെ വസ്ത്രങ്ങൾ മിന്നുന്ന വെള്ളയായും തീർന്നു. രണ്ട് പുരുഷന്മാർ അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. സ്വർഗീയ തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ടവർ മോശയും ഏലിയാവുമായിരുന്നു. നീ ദൈവഹിതം നിറവേറ്റും. നീ യെരൂശലേമിൽ വെച്ച് മരിക്കും. അവർ അവനെ വിട്ട് പിരിയുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിലുകൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും. പത്രോസ് ഇങ്ങനെ പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. അവർ ആകെ ഭയന്നു. മേഘത്തിൽ നിന്നും ഒരു ശബ്ദവുമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഞാൻ തെരഞ്ഞെടുത്തവൻ, ഇവന് ചെവി കൊടുപ്പിൻ. ഗുരു, ഗുരു, എന്റെ മകനെ കടാക്ഷിക്കണമേ. ദയവായി ദയവായി അവനെ സഹായിക്കണമേ. അവൻ എന്റെ ഒരേ ഒരു മകനാണ്. അവനിലെ ഭൂതത്തെ പുറത്താക്കാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചതാണ്. എന്നാൽ അവർക്കത് കഴിഞ്ഞില്ല. അവിശ്വാസവും വക്രതയും നിറഞ്ഞ തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടിയിരുന്ന് നിങ്ങളെ സഹിക്കും. നിന്റെ മകനെ കൊണ്ടുവരൂ. അവന്റെ മുഖവും കൂടെ സൗഖ്യമായല്ലോ. ആ, എന്തൊരു അത്ഭുതം! ഗുരു, യോഹന്നാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിപ്പിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനംപ്രതി നൽകണമേ. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഞങ്ങളോട് കടപ്പെട്ടിരിക്കുന്ന ഏവരോടും ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്തരുതേ, ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ.
യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്നോട് യാചിക്കുന്ന ഏവർക്കും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവർ കണ്ടെത്തുന്നു. ആര് വാതിൽക്കൽ മുട്ടുന്നുവോ അവർക്കായി വാതിൽ തുറക്കപ്പെടുന്നു. നിങ്ങളിൽ ആരുടെയെങ്കിലും മകൻ അവന്റെ അപ്പനോടൊപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? മുട്ട ചോദിക്കുന്നുവെങ്കിൽ തേളിനെ കൊടുക്കുമോ? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു തിന്നുമെന്ന് ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. എന്തുകൊണ്ടെന്നാൽ ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതാണ്. കാക്കയെ നോക്കുവിൻ, അത് വിതയ്ക്കുകയോ കൊയ്യുകയോ കളപ്പുരയിൽ കൂട്ടിവെക്കുകയോ ചെയ്യുന്നില്ല. ദൈവം അവയെ പുലർത്തുന്നു. ആകാശത്തിലെ പറവകളേക്കാൾ നിങ്ങൾ എത്രയോ വിശേഷതയുള്ളവരാണ്. വിചാരപ്പെടുന്നതിനാൽ നിങ്ങളുടെ ആയുസ്സിനോട് അല്പമെങ്കിലും കൂട്ടുവാൻ ആർക്ക് കഴിയും? ഈ ചെറിയ കാര്യം പോലും ചെയ്യാൻ കഴിയാത്ത നിങ്ങൾ മറ്റു കാര്യങ്ങളെക്കുറിച്ച് എന്തിനു ചിന്തിക്കുന്നു? താമര എങ്ങനെ വളരുന്നുവെന്ന് വിചാരിപ്പിൻ. അത് അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല. എങ്കിലും ശലോമോൻ പോലും തന്റെ സകല മഹത്വത്തിലും ഇതിലൊന്നിനോളം ചമഞ്ഞിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ഉടുപ്പിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ ദൈവം എത്രയധികം അണിയിച്ചൊരുക്കാതിരിക്കും. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. നിങ്ങൾക്കാർക്കെങ്കിലും കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ ചെന്ന് നട്ടുപോക എന്ന് പറഞ്ഞാൽ നിശ്ചയമായും അത് നിങ്ങളെ അനുസരിക്കും. ഇടർച്ചകൾ വരുന്നത് സാധാരണമത്രേ. എങ്കിലും അത് വരുത്തുന്നവർക്ക് അയ്യോ കഷ്ടം. അവൻ ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരിക്കല്ല് കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞു കളയുന്നതാണ് അവന് നല്ലത്. ദൈവരാജ്യം ഏതിനോട് സദൃശ്യം? ഒരു മനുഷ്യൻ തന്റെ തോട്ടത്തിൽ നട്ട കടുകുമണിയോട് അതിനെ ഉപമിക്കാം. അത് വേഗം വളർന്ന് ഉയരമുള്ള ഒരു മരമായി തീർന്നു. ആകാശത്തിലെ പറവകൾ വന്ന് കൊമ്പുകളിൽ കൂടുകെട്ടി വസിച്ചു. ഇവൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല വിളിപ്പാൻ വന്നിരിക്കുന്നത്, പിന്നെയോ പാപികളെ അത്രേ. ദൈവരാജ്യത്തെ കുറിച്ച് ഞങ്ങളോട് പറയാമോ? മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്. എന്തുകൊണ്ടെന്നാൽ ദൈവരാജ്യം നിങ്ങൾക്ക് നൽകാൻ നിങ്ങളുടെ പിതാവിന് പ്രസാദമായിരിക്കുന്നു. നിങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് ഭിക്ഷ കൊടുപ്പിൻ. മടിശീലകളും തീർന്നുപോകാത്ത നിക്ഷേപങ്ങളും സ്വർഗത്തിൽ നിങ്ങൾക്കായി സമ്പാദിച്ചുകൊള്ളുവിൻ. എന്തുകൊണ്ടെന്നാൽ അവിടെ കള്ളന്മാർക്ക് കടക്കുന്നതിനോ പുഴുവിനെ നശിപ്പിക്കുന്നതിനോ സാധ്യമല്ല. നിങ്ങളുടെ നിക്ഷേപമുള്ളയിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. സ്ത്രീ, നിന്റെ രോഗം സൗഖ്യപ്പെട്ടിരിക്കുന്നു. നോക്കൂ, അവൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അത്ഭുതം തന്നെ. നോക്കൂ, അവൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വന്നു കാണുമീൻ. സ്തുതിക്കുന്നു. കഴിഞ്ഞ 18 വർഷക്കാലം ഗുരു ദൈവം നിന്നെ കാക്കട്ടെ. വേല ചെയ്യാൻ ആഴ്ചയിൽ 6 ദിവസമുണ്ടല്ലോ.
അതിലേതെങ്കിലും ഒരു ദിവസം വന്ന് നിനക്ക് സൗഖ്യം പ്രാപിച്ചുകൂടെ? എന്നാൽ ശബ്ദത്തിൽ ഇത് പാടില്ല. കപടഭക്തിക്കാരെ, നിങ്ങൾ ശബത്തിൽ കാളയെയോ കഴുതയെയോ തൊഴുത്തിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി അവയെ വെള്ളം കുടിപ്പിക്കാറില്ലേ? ഇപ്പോഴിതാ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ബന്ധനത്തിൽ നിന്നും അഴിച്ചുവിടേണ്ടതല്ലേ? നല്ല ഗുരു, നിത്യജീവൻ അവകാശമാക്കേണ്ടതിന് ഞാൻ എന്തു ചെയ്യണം? എന്തിനെ നല്ലവനെന്ന് വിളിക്കുന്നു? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. കൽപ്പനകൾ നിങ്ങൾക്കറിയാമല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കുല ചെയ്യരുത്, ആരെയും കുറ്റം വിധിക്കരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഈ കൽപ്പനയെല്ലാം എന്റെ ചെറുപ്പം മുതൽ ഞാൻ കാത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ നീ ഒരു കാര്യം കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. പക്ഷേ ഞങ്ങൾ വ്യാപാരികൾ, ധനവാന്മാർ. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്രയോ പ്രയാസമാണ്. ധനവാനായവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടക്കുന്നത് എളുപ്പം. എന്നാ രക്ഷിക്കപ്പെടാൻ ആർക്ക് കഴിയും? മനുഷ്യർക്ക് അസാധ്യമായതൊക്കെയും ദൈവത്താൽ സാധ്യമാണ്. കൃത്യമായി പറഞ്ഞാൽ ദൈവരാജ്യം എവിടെയാണ്? ദൈവരാജ്യം ആരും കാണത്തക്കവണ്ണമല്ല വരുന്നത്. ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയുമില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. എന്നാൽ നിങ്ങൾ മനുഷ്യപുത്രനെ കാണാൻ ആഗ്രഹിക്കുന്ന സമയം വരും, നിങ്ങൾ അവനെ കാണുകയില്ല. മിന്നൽ ആകാശത്തിൽ 4 ദിക്കുകളിലും മിന്നിത്തിളങ്ങുന്നത് പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആ നാളിലെ വരവും. എന്നാൽ ആദ്യം അവൻ വളരെ കഷ്ടം അനുഭവിക്കുകയും ഈ തലമുറ അവനെ തള്ളിപ്പറയുകയും ചെയ്യും. ന്യായപ്രമാണത്തിൽ ഒരു പുള്ളിയോ വള്ളിയോ നീങ്ങിപ്പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നതാണ് എളുപ്പം. ഞാൻ പറയുന്നു, അനേക പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നത് കാണാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചിട്ടും അവർ കേട്ടില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? തിരുവെഴുത്ത് എന്തു പറയുന്നു? നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ. ശരിയാണ്, അങ്ങനെ തന്നെ ചെയ്യുക, നീയും ജീവിക്കും. ആരാണ് എന്റെ അയൽക്കാരൻ? ഏതായാലും ആ പടയാളികളല്ല. പിന്നെന്താ, കൈസരാണോ? ഒരിക്കൽ ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്നും എരിഹോവിലേക്ക് പോവുകയായിരുന്നു. കള്ളന്മാർ അവനെ ആക്രമിച്ചു. അവർ അവന്റെ വസ്ത്രമഴിച്ച് അവനെ അടിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചുപോയി. ആകസ്മികമായി അതിലെ ഒരു പുരോഹിതൻ വന്നു. അവനെ കണ്ടപ്പോൾ പുരോഹിതൻ മാറി കടന്നുപോയി. അതുപോലെ തന്നെ ഒരു ലേവ്യനും ആ വഴി വന്നു. അവനെ നോക്കി വഴിയുടെ എതിർവശത്തു കൂടി കടന്നുപോയി. എന്നാൽ ഒരു ശമരിയക്കാരൻ അല്പസമയം കഴിഞ്ഞ് ആ വഴി വന്നു. അവനെ കണ്ടപ്പോൾ അവന്റെ മനസ്സലിഞ്ഞു. അവൻ അവന്റെ അടുക്കൽ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകൾ വെച്ചുകെട്ടി അവനെ താൻ സഞ്ചരിക്കുന്ന മൃഗത്തിന്റെ പുറത്തു കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി വേണ്ട ശുശ്രൂഷ ചെയ്തു. പിറ്റേ ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന് 2 വെള്ളിക്കാശ് കൊടുത്തിട്ട് വേണ്ടതുപോലെ ചികിത്സിക്കണമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വരുമ്പോൾ അധികം ചിലവിടുന്നത് തന്നുകൊള്ളാം. കള്ളന്മാരുടെ കയ്യിലകപ്പെട്ട ഈ മനുഷ്യനോട് ഒരു നല്ല കൂട്ടുകാരനെ പോലെ പെരുമാറിയത് ആരാണ്? അവനോട് കരുണ കാണിച്ചവൻ. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുവിൻ. പൈതങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തെ ഒരു ശിശുവിനെ എന്ന പോലെ കൈക്കൊള്ളാത്തവരാരും ഒരു നാളും അതിൽ കടക്കുകയില്ല. എന്റെ നാമത്തിൽ ആർ ഈ ശിശുവിനെ കൊണ്ടാലും അവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ എല്ലാവരിലും വലിയവനാകുന്നു.
ഏയ്, എന്താണ് ഇവിടെ ബഹളം? എന്താ നടക്കുന്നത്? നസറേനായ യേശു ഇതിലെ കടന്നു പോകുന്നു. യേശുവേ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ കാണിക്കണമേ. ഞാൻ നിനക്ക് എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് കാഴ്ച കിട്ടണം. കാഴ്ച പ്രാപിക്കൂ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എനിക്ക് കാണാം. എനിക്കിപ്പോൾ കാണാം. എനിക്കിപ്പോൾ കാണാം. ഇവൻ തീർച്ചയായും പ്രവാചകൻ തന്നെയാണ്. എന്റെ കർത്താവും ഗുരുവുമായവനെ എന്നെ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവിന്റെ സ്തോത്രം. കർത്താവ് യഥാർത്ഥ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരൂ. യെരിഹോവിൽ സക്കായി എന്നു പേരുള്ള ഒരു ചുങ്കക്കാരനുണ്ടായിരുന്നു. യേശുവിനെ കാണാൻ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നതിനാൽ അവൻ ഒരു കാട്ടത്തിന്മേൽ കയറി. അതാ ഒരു ചുങ്കക്കാരൻ. സക്കായിയെ, വേഗം ഇറങ്ങി വാ. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. എന്റെ വീട്ടിലോ? അവന്റെ വീട്ടിൽ താമസിക്കാൻ ആരാണ് ഇഷ്ടപ്പെടുക? സക്കായിക്ക് യേശുവിനെ എങ്ങനെ അറിയാം? ശ്രദ്ധിക്കൂ, എന്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. എന്തെങ്കിലും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും 4 ഇരട്ടി മടക്കി കൊടുക്കാം. ഒരു ചുങ്കക്കാരൻ താൻ പിരിച്ചു കെട്ടി ചുങ്കം മുഴുവൻ തിരിച്ചു കൊടുക്കുന്നു. അസാധ്യം. എനിക്കത് വിശ്വസിക്കാൻ പോലും സാധ്യമല്ല. ഇവനും അബ്രഹാമിന്റെ മകനായതുകൊണ്ട് ഇന്ന് ഈ വീടിന് നിശ്ചയമായും രക്ഷ കൈവന്നിരിക്കുന്നു. കാണാതെ പോയതിനെ തിരഞ്ഞുരക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ശ്രദ്ധിക്കൂ, നാം യെരൂശലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞത് നിവൃത്തിയാകണമെന്നാണ്. അവനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ പരിഹസിച്ച് അവനെ അപമാനിച്ച് അവന്റെ മുഖത്ത് തുപ്പുകയും അടിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. മാനവജാതിയുടെ പാപത്തിനു വേണ്ടി താൻ കൊല്ലപ്പെടുവാൻ പോവുകയാണ് എന്നറിഞ്ഞിട്ടുകൂടി യേശു ദൃഢനിശ്ചയത്തോടെ യെരൂശലേമിലേക്ക് യാത്ര തിരിച്ചു. വളരെയധികം ആളുകൾ അവന്റെ വരവിൽ സന്തോഷിക്കുകയും അവനെ രാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഗുരു, നിന്റെ ശിഷ്യന്മാരോട് മിണ്ടാതിരിക്കാൻ കൽപ്പിക്കൂ. ഇവരോട് മിണ്ടാതിരിക്കാൻ കൽപ്പിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കാൻ തുടങ്ങുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
യേശു യെരുശലേമിനോടടുത്തപ്പോൾ ആ നഗരത്തെ ഓർത്ത് കരഞ്ഞു. ഈ നാളുകളിൽ നിന്റെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്ന നിന്റെ സമാധാനത്തിനുള്ള വഴി നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നിനക്ക് ചുറ്റും നിന്റെ ശത്രുക്കൾ നിന്നെ കുരുക്കുവാൻ വാടകോരി 4 വശത്തു നിന്നും നിന്നെ ഞെരുക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ. ഇതിനുള്ളിൽ വെച്ച് അവർ നിന്നെ നശിപ്പിക്കും. നിന്റെയും മക്കളുടെയും സന്ദർശനകാലം എപ്പോഴായിരിക്കുമെന്ന് നീ തിരിച്ചറിയാഞ്ഞതിനാൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ സർവ്വതും നശിപ്പിക്കും. അതിപരിശുദ്ധമായ യെരുശലേം ദേവാലയം ഒരു വ്യാപാര കേന്ദ്രമായി തീർന്നിരുന്നു. അഞ്ച്, 6, 7, 8, 9, 10, 22, 23, 24, 25. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, എന്നാൽ നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. അവനെ മൃഗത്തിന്റെ അടുത്തേക്ക് പോകുന്നേ, തടയൂ, പിടിക്കാന്. കാവൽക്കാരെ കൊണ്ടുവരൂ, കാവൽക്കാരെ കൊണ്ടുവരൂ. പലരും അവനെ രാജാവെന്ന് പുകഴ്ത്തി പറയുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. ഒരു രാജാവ്, അഭിസാരികളുടെ രാജാവ്. ഇവനെ പോലെ എത്ര പേരെ കണ്ടതാ. വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കും, ഒടുവിൽ സ്ഥലം വിടും. പിന്നെ ആരോർക്കാനാ? മിണ്ടാതിരിക്കരുത്. ദിവസം കഴിയുന്തോറും ജനങ്ങൾ അവന്റെ പുറകെയാണ്. ജനങ്ങൾ അവനെ ആരാധിക്കുന്നു. അവൻ രാജാവെന്ന് കരുതുന്നു. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ആ മനുഷ്യൻ സമാധാനത്തിനൊരു ഭീഷണിയായി തീർന്നാൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ഒരു പക്ഷേ ശരിയായിരിക്കാം. ഇവനെ നേരിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കപടഭക്തരായ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഒരു വിഭാഗം യേശുവിന്റെ കടുത്ത വിമർശനത്തിന് പാത്രമായിക്കൊണ്ടിരുന്നു. അതോടൊപ്പം അവന്റെ അനുയായികളുടെയും എണ്ണവും അവൻ അപലപിച്ചവരുടെ എതിർപ്പും വർദ്ധിച്ചുകൊണ്ടിരുന്നു. ദരിദ്രയായ ഒരു വിധവ ഭണ്ഡാരത്തിൽ 2 കാശ് വഴിപാട് അർപ്പിക്കുന്നത് യേശു കണ്ടു. വളരെ കുറച്ചേ ഉള്ളൂ. നിനക്ക് കൂടുതൽ കൊടുത്തുകൂടെ? ഞാൻ പറയുന്നു, ഈ ദരിദ്രയായ വിധവ മറ്റെല്ലാവരെക്കാളും നൽകിയിരിക്കുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നും വളരെ കുറച്ച് മാത്രം എടുത്ത് വഴിപാടായി അർപ്പിച്ചപ്പോൾ ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്നും തന്റെ ഉപജീവനം മുഴുവനും കാണിക്കയായി അർപ്പിച്ചു. ഞങ്ങളോട് പറയൂ, ഇങ്ങനെ സംസാരിപ്പാൻ നിനക്ക് എന്ത് അധികാരമാണുള്ളത്? ആരാണ് ഈ അധികാരം നൽകിയത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യോഹന്നാന്റെ സ്നാനമുണ്ടായത് സ്വർഗത്തിൽ നിന്നോ അതോ മനുഷ്യനിൽ നിന്നോ? നമ്മൾ എന്താണ് പറയേണ്ടത്? സ്വർഗത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് യോഹന്നാനെ വിശ്വസിച്ചില്ല എന്നവൻ ചോദിക്കും. മനുഷ്യരിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾ തീർച്ചയായും നമ്മെ കല്ലെറിയും. കാരണം യോഹൻ ഒരു പ്രവാചകനെന്ന് ജനങ്ങൾക്കെല്ലാം അറിയാം. എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഞാൻ ചെയ്യുന്നത് എന്തധികാരം കൊണ്ടെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. ഒരിക്കൽ ഒരു മനുഷ്യൻ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. തോട്ടം കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് ഏറിയ കാലം പരദേശത്ത് പോയി പാർത്തു. മുന്തിരിയുടെ വിളവെടുക്കാൻ സമയമായപ്പോൾ തന്റെ ദാസനെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു. എന്നാൽ അവർ അവനെ തല്ലിച്ചതച്ച് വെറും കൈയോടെ പറഞ്ഞയച്ചു. അതുകൊണ്ട് അവൻ മറ്റൊരു ദാസനെ അയച്ചു. എന്നാൽ അവനെയും അവർ തല്ലി അപമാനിച്ച്
പറഞ്ഞുവിട്ടു. ഉടമസ്ഥൻ മൂന്നാമത്തെ ദാസനെ അയച്ചു. അവനെയും കുടിയാന്മാർ മുറിവേൽപ്പിച്ച് തോട്ടത്തിന് പുറത്താക്കി. അപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ, ഇനി ഞാൻ എന്തു ചെയ്യണ്ടു? ഞാൻ എന്റെ പ്രിയപുത്രനെ അയക്കും. തീർച്ചയായും അവർ അവനെ ആദരിക്കും. എന്നാൽ കുടിയാന്മാർ അവൻ വരുന്നത് കണ്ടിട്ട് തമ്മിൽ പറഞ്ഞു, ഇവനത്ര അവകാശി. അവകാശം നമുക്കാകേണ്ടതിന് നമുക്കവനെ കൊന്നുകളയാം. പിന്നെന്ത് സംഭവിച്ചു? അങ്ങനെ അവർ അവനെ തോട്ടത്തിന് പുറത്താക്കി കൊന്നുകളഞ്ഞു. അങ്ങനെയെങ്കിൽ തോട്ടത്തിന്റെ ഉടമസ്ഥൻ ഈ കുടിയാന്മാരോട് എന്തു ചെയ്യും? അവൻ വന്ന് തോട്ടക്കാരെ കൊന്ന് തോട്ടം മറ്റു കുടിയാന്മാരെ ഏൽപ്പിക്കും. ഈ തിരുവഴുത്തിന്റെ അർത്ഥം എന്താകുന്നു? വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞതായ ഈ കല്ല് ഏറ്റവും പ്രധാനപ്പെട്ട മൂലക്കല്ലായി തീർന്നു. ഏതൊരുവൻ ആ കല്ലിന്മേൽ വീഴുന്നുവോ അവൻ തകർന്നു പോകും. ആ കല്ല് ആരുടെയെങ്കിലും മേൽ പതിച്ചാൽ അതവനെ തീർച്ചയായും ധൂളിയാക്കും. ഗുരു, നീ ഉപദേശിക്കുന്നതും പഠിപ്പിക്കുന്നതും സത്യമാണ്. മുഖപക്ഷം കൂടാതെ മനുഷ്യനെ സംബന്ധിച്ച് ദൈവഹിതം യഥാക്രമം പഠിപ്പിക്കുന്നവനാണ് നീ എന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. പറയൂ, നാം കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ അല്ലയോ എന്ന് പറഞ്ഞാലും? കർത്താവേ, സൂക്ഷിച്ചോണം, അവൻ നിന്നെ ചതിക്കാൻ ചോദിച്ചതാ. ഒരു വെള്ളിക്കാശ് കാണിപ്പിൻ. ഇതിന്റെ മേലെഴുത്തും സ്വരൂപവും ആരുടേത്? എങ്കിൽ കൈസർക്കുള്ളതൊക്കെയും കൈസർക്ക് കൊടുപ്പിൻ, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ. അതിന് നീ എന്ത് മറുപടിയാ പറയുന്നേ? പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെസഹ പെരുന്നാൾ അടുത്തപ്പോൾ യേശു പത്രോസിനെയും യോഹന്നാനെയും പെസഹ ഒരുക്കേണ്ടതിന് മുൻകൂട്ടി പറഞ്ഞയച്ചു. ഞാൻ കഷ്ടം അനുഭവിക്കുന്നതിന് മുൻപേ ഈ പെസഹ നിങ്ങളോടുകൂടി കഴിക്കാൻ വളരെ ആഗ്രഹിച്ചു. ഞാൻ പറയുന്നു, അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഞാനിനി ഇത് ഭക്ഷിക്കുകയില്ല. ഞങ്ങളുടെ കർത്താവാം ദൈവമേ, തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. മുന്തിരിയിൽ നീ ഫലം കായ്ക്കുമാറാക്കുന്നവനല്ലോ. ഇത് നിങ്ങൾ വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ. ദൈവരാജ്യം വരുന്നതുവരെ ഞാൻ ഇനി മുന്തിരിയുടെ ഫലം അനുഭവിക്കുകയില്ല എന്ന് നിങ്ങളോട് പറയുന്നു. ഞങ്ങളുടെ കർത്താവാം ദൈവമേ, തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഭൂമിയിൽ നിന്നും നീ ആഹാരം ഉളവാക്കുന്നവനല്ലോ. ഇത് ഞാൻ നിങ്ങൾക്കായി നൽകുന്ന എന്റെ ശരീരം. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന്റെ കൈ എന്റെ അടുത്ത് തന്നെയുണ്ട്. ദൈവനിർണയപ്രകാരം മനുഷ്യപുത്രൻ മരിക്കേണ്ടതാകുന്നുവെങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്നവന് അയ്യോ കഷ്ടം. അതൊരിക്കലുമില്ല, അതൊരിക്കലും സംഭവിക്കില്ല, അസാധ്യം. കർത്താവേ, ആരാണ് ആ വഞ്ചകൻ? നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവൻ തന്നെ, സംശയമില്ല.
ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു. നിങ്ങളാണ് എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും അതേ അവകാശം തരുന്നു. നിങ്ങൾ എന്റെ രാജ്യത്തിൽ എന്റെ മേശയെങ്കിൽ നിന്ന് തിന്നുകുടിക്കും. സിംഹാസനങ്ങളിലിരുന്ന് 12 ഇസ്രായേൽ ഗോത്രങ്ങളെ ന്യായം വിധിക്കുകയും ചെയ്യും. ഒറ്റുകൊടുക്കുന്നത് ആരാണ്? ശീമോനെ, ശീമോനെ, നോക്കൂ, കൃഷിക്കാരൻ ഗോതമ്പ് പാറ്റുന്നത് പോലെ സാത്താൻ നിങ്ങളെ പാറ്റിക്കളയേണ്ടതിന് എന്നോട് കൽപ്പന ചോദിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. അതിനാൽ നീ എന്നിലേക്ക് തിരിച്ചു വരുമ്പോൾ നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കണം. കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകാനും മരിപ്പാനും ഒരുക്കമാണ്. പത്രോസേ, ഞാൻ പറയുന്നു, എന്നെ അറിയുന്നില്ല എന്ന് നീ 3 വട്ടം തള്ളി പറയുന്നതിന് മുൻപേ ഇന്ന് കോഴി കൂകുകയില്ല. മടിശീലയും പൊക്കണവും ചെരുപ്പുമില്ലാതെ ഞാൻ നിങ്ങളെ അയച്ചപ്പോൾ കുറവുണ്ടായോ? ഇല്ല, ഒന്നിനും കുറവുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പൊക്കണമോ മടിശീലയോ ഉള്ളവൻ അതെടുക്കട്ടെ. സ്വന്തമായി വാളില്ലാത്തവൻ തന്റെ ഉടുപ്പ് വിറ്റ് വാൾ വാങ്ങട്ടെ. അവനെ അധർമ്മികളോടൊപ്പം എണ്ണിയെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നിവൃത്തിയാകാൻ പോകുന്നു. നോക്കൂ, ഇവിടെ 2 വാളുണ്ട് കർത്താവേ. അത് മതി. യേശുവിനെ എങ്ങനെ ഒഴിവാക്കാമെന്ന് ആലോചിക്കുന്നതിന് മൂപ്പന്മാർ സംഘം ചേർന്നു. അപ്പോൾ 12 ശിഷ്യന്മാരിൽ ഒരുവനായ ഇസ്കരിയോത്ത് യൂദായിൽ സാത്താൻ കടന്നു. യേശുവിനെ ഒറ്റുകൊടുക്കാൻ യൂദ മൂപ്പന്മാരുമായി ഗൂഢാലോചന നടത്തി. പ്രാർത്ഥിക്കാനായി യേശു യെരുശലേം വിട്ട് ഒലിവുമലയിലേക്ക് പോയി. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. വെറും 30 വെള്ളിക്കാശിനാണ് ഇസ്കരിയോത്ത് യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തത്. മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടിയുള്ള തന്റെ മരണം അതിവേഗം അടുത്തു വരികയാണെന്ന് യേശുവിന് അറിയാമായിരുന്നതുകൊണ്ട് അവൻ പ്രാർത്ഥനയിൽ മുഴുകി. പിതാവേ, നിനക്ക് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കണമേ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നും ഒരു ദൂതൻ പ്രത്യക്ഷനായി. അവന്റെ വിയർപ്പിന്റെ കണങ്ങൾ ചോരത്തുള്ളി കണക്കെ നിലത്ത് വീണു. നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? എഴുന്നേൽക്കൂ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. യൂദാ, നീ ചുംബനം കൊണ്ടോ മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്നത്? കർത്താവേ, ഞങ്ങൾ വാളെടുത്ത് വെട്ടത്തെയോ?
വരൂ, പിടിച്ചു കെട്ടിവനെ. നിർത്ത്, മതി. ഒരു കള്ളന്റെ നേരെ എന്ന പോലെ വാളും വടിയുമായിട്ടാണോ നിങ്ങൾ എന്റെ നേരെ വരുന്നത്? ഞാൻ എല്ലായ്പ്പോഴും ദേവാലയത്തിൽ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ എന്റെ മേൽ കൈവച്ചില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവുമാകുന്നു. പിടിച്ചു കെട്ടിവനെ. അവന് കാവലേർപ്പെടുത്തു. പടയാളികൾ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടുമുറ്റത്തേക്ക് കൊണ്ടുപോയി. യഹൂദന്മാരുടെ രാജാവ് എന്ന് വിളിച്ചവനെ പരിഹസിച്ചു. ഇതാ രാജാക്കന്മാർ ധരിക്കുന്ന ഒരു അങ്കി. ഞങ്ങളോട് പറയൂ, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവിടെ ഞങ്ങളെ രക്ഷിക്കാൻ പോവുകയാണോ മഹാരാജാവേ? അവിടെ ഞങ്ങളെ രക്ഷിക്കാൻ പോവുകയാണോ? ഇവൻ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നുവല്ലോ. അവനെ ഞാൻ അറിയ പോലുമില്ല. ഞാനിവരെ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. അങ്ങയുടെ എളിയ ദാസന്മാർ. ഇങ്ങോട്ട് നോക്കിയേ, ഇപ്പൊ എങ്ങനെയുണ്ട്? നീയും അവല്ലൊരുത്തനല്ലേ? ഞാനല്ല. ഇവൻ യേശുവിന്റെ കൂടെ ആയിരുന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഇവൻ ഗലീലക്കാരനാണ്. പോടാ ഇവിടുന്ന്. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. യേശു തിരിഞ്ഞ് പത്രോസിനെ നോക്കി. ഇന്ന് കോഴി കൂവുന്നതിനു മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് തന്നോട് പറഞ്ഞത് പത്രോസ് ഓർത്തത് അപ്പോഴാണ്. കർത്താവേ, ഞാൻ നിന്നെ തള്ളിപ്പറഞ്ഞു. എന്നോട് ക്ഷമിക്കണമേ. ഞാൻ വളരെയധികം ദുഃഖിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. ഞാൻ കുറ്റക്കാരനാകുന്നു. എന്നോട് ക്ഷമിക്കണമേ. എന്നെ ഉപേക്ഷിക്കരുതേ. പറയൂ, ആരാണ് നിന്നെ അടിച്ചത്? പ്രവചിക്കൂ, ആരാണ് ഇനി നിന്നെ അടിക്കാൻ പോകുന്നത്? നിർത്തൂ, നിർത്താനാ ഞാൻ പറഞ്ഞത്. അവനെ ന്യായസംഘത്തിന്റെ മുൻപിൽ ഹാജരാക്കൂ. നടക്ക. മതനേതാക്കന്മാരും മൂപ്പന്മാരും യേശുവിനെ ചോദ്യം ചെയ്യാൻ ഒന്നിച്ചുകൂടി. നീ ക്രിസ്തുവോ? എങ്കിൽ ഞങ്ങളോട് പറയുക. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയുകയുമില്ല.
എന്നാൽ ഇന്നു മുതൽ മനുഷ്യപുത്രൻ സർവശക്തനായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കും. അപ്പോൾ നീ ദൈവപുത്രനോ? അതെ, ഞാനാകുന്നു. അവനിത് പറയാൻ ആരാണ് അധികാരം കൊടുത്തത്? ഇവൻ ഇവിടെ പറഞ്ഞതെല്ലാം നാം തന്നെ കേട്ടുവല്ലോ. നമുക്കിവനെ പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുപോകാം. അതെ അതെ, അവനൊടുക്കി പോകൂ. ആയിരക്കണക്കിന് ആളുകളുടെ ക്രൂശീകരണത്തിന് ഉത്തരവാദിയും ഏറ്റവും ദുഷിച്ച റോമൻ നാടുവാഴിയുമായ പൊന്തിയോസ് പീലാത്തോസിന്റെ അടുക്കലേക്ക് അവർ യേശുവിനെ കൊണ്ടുപോയി. ഈ അതിരാവിലെ നിങ്ങൾക്കിപ്പോൾ എന്താണ് വേണ്ടത്? ഇവൻ ജനങ്ങളെയെല്ലാം വഴിതെറ്റിക്കുന്നു. ഇവൻ ദൈവാലയത്തിലെ ചന്തസ്ഥലത്ത് വലിയ ബഹളമുണ്ടാക്കി. ഇവൻ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്? അവനെ വിധിക്കൂ. ഞാൻ ഈ മനുഷ്യനിൽ യാതൊരു കുറ്റവും കാണുന്നില്ല. ഞങ്ങൾ ഇവനിൽ കുറ്റം കണ്ടു. കൈസർക്ക് കരം കൊടുക്കേണ്ടായെന്നും രാജാവാണെന്നും മനുഷ്യകാണെന്നും ഒക്കെ ഇവൻ ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നു. രാജാവോ? നീ യഹൂദന്മാരുടെ രാജാവാണോ? അതെ, ഞാൻ തന്നെ. ഇവൻ ഗലീലയിലാണ് ആരംഭിച്ചത്, ഇപ്പോഴിതാ ഇവിടെയും വന്നിരിക്കുന്നു. ഗലീലയിലോ? ഇവൻ ഗലീലക്കാരനോ? എങ്കിൽ ഹേരോദാവ് അവനെ വിസ്തരിക്കട്ടെ. അവൻ ജെറുസലേമിൽ തന്നെ ഉണ്ടല്ലോ. ഇവനെ അങ്ങോട്ട് കൊണ്ടുപോകൂ. നീ ആരെന്നാണ് പറയുന്നത്? നിന്റെ ശിഷ്യന്മാരെന്ന് പറയുന്നവരൊക്കെ ആരാണ്? നീ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണെന്ന് പലരും പറയുന്നല്ലോ. എന്നാൽ ഒരു അത്ഭുതം ചെയ്യേ. തിരുമേനി, ഇവൻ ജനങ്ങളെയെല്ലാം വഴിതെറ്റിക്കുന്നു. രാജാവാണെന്നാണ് പറയുന്നത്. രാജാവ്? ഈ മനുഷ്യനോ രാജാവോ? അല്ലയോ മഹാരാജാവേ, ഇവനെ ശിക്ഷിക്കൂ. പീലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ. അവിടുന്ന് വിധിക്കട്ടെ. ഈ മനുഷ്യൻ മരണയോഗ്യമായ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവനെ ക്രൂരമായി അടിപ്പിച്ചു വിട്ടേക്കും. ഈ പ്രത്യേക ഉത്സവ സമയത്ത് നീ ഞങ്ങൾക്ക് ഒരുവനെ വിട്ടുതരുന്ന പതിവുണ്ടല്ലോ. ബറബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. അതെ. ഇവനെ ഒടുക്കി കളയൂ. അതെ അതെ, ബറബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. നീയോ ഇവനെ ചവിട്ടിക്കൊണ്ടടിക്കൂ.
പീലാത്തോസ് നീ എന്താ താമസിക്കുന്നത്? അവൻ യേശുവാണ്. അവനെ എഴുന്നേൽപ്പിക്കൂ. യേശുവിനെ ക്രൂശിക്കണമെന്ന ജനങ്ങൾ അത്യുച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് പീലാത്തോസ് അവനെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. കൊലക്കുറ്റത്തിനും ലഹളയ്ക്കും തടവിലാക്കപ്പെട്ടിരുന്ന ബറാബാസിനെ ജനങ്ങളുടെ അപേക്ഷപ്രകാരം വിട്ടയച്ചു. യേശുവിനെയാകട്ടെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. അവന്റെ അടുത്തുനിന്ന് മാറി നിൽക്കും. പുറകോട്ട് മാറും. മാറി നിൽക്കാൻ. പുറകോട്ട് വഴിന്ന് മാറി നിൽക്കും. പോകാൻ വഴി തരും. ദൂരെ പോ. നീ വഴിന്ന് മാറി നിൽക്കും. നീ മുന്നോട്ട് നടക്കും. എഴുന്നേൽക്കും. എഴുന്നേൽക്കാൻ. ഏയ്, എന്താ നിന്റെ പേര്? കുറേനക്കാരനായ ശീമോൻ എന്നാണ്. ഇങ്ങോട്ട് മാറി നിൽക്കും. ഈ കയർ മുറിക്കൂ. നീ ഇത് ചുമക്കൂ. വരൂ, മുന്നോട്ട് നീങ്ങി. പുറകോട്ട്. പുറകോട്ട്. അവനെ വിടൂ. പോകാൻ അവിടെ വഴി നകന്നു നില്ല്. മാറി നിൽക്കാൻ. പുറകോട്ട് മാറി. കർത്താവേ, നിന്നെ ഓർത്ത് ഞങ്ങൾ കരയുന്നു. ഇത് കുടിച്ചാലും കുടിച്ചാലും കർത്താവേ, കുടിച്ചാലും. യെരുശലേം പുത്രിമാരെ, എന്നെ ഓർത്ത് കരയണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ. പച്ചമരത്തോട് ഇപ്രകാരം ചെയ്യുന്നുവെങ്കിൽ ഉണങ്ങിപ്പോയതിനെന്ത് ഭവിക്കും? ദൈവം നിന്നെ സഹായിക്കട്ടെ. ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മുന്നോട്ട്. ഇവിടെ താഴെ ഇങ്ങോട്ട് വരൂ. വേഗമാകട്ടെ. ഇപ്പോൾ നീ പോകാൻ. വേഗം വേഗം പോകൂ. വേഗം പോയിപ്പോൾ. മുന്നോട്ട്. ഇനി നീയും നടന്നു പോകൂ. പണി തുടർന്നു.
ഉയർത്ത്. നീ കുറ്റിയടിക്കും. ആ കയറടിച്ചെടുക്കൂ. പിതാവേ, ഇവരോട് ക്ഷമിക്കൂ. ഇവർ ചെയ്യുന്നതിനെന്നറിയുന്നില്ല. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, ഇനി തന്നെത്താൻ രക്ഷിക്കട്ടെ. നീ മശിയാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. അതെ, ക്രൂശിൽ നിന്ന് ഇറങ്ങുക. നിന്റെ അത്ഭുതങ്ങളിൽ ഒരെണ്ണം ഒന്ന് കാണിച്ചേ. അങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവത്തിന്റെ പ്രവാചകന്മാർ പ്രവചിച്ചത് നിവൃത്തിയാകേണ്ടതിന് യേശുവിനെ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചു. നോക്കൂ, ഇതൊരു സാധാരണ സന്യാസിയുടെ അങ്കിയല്ല. വേണ്ട വേണ്ട, അത് കീറണ്ട. എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. നമുക്കിതിനാ ചീട്ടിട്ട് നോക്കാം. ആരാ ഭാഗ്യവാൻ നോക്കാം. ഏയ്, നീ വലിയ ഭാഗ്യവാനാണല്ലോ. ഇതുകൊണ്ട് നീ എന്ത് ചെയ്യാൻ പോകൂടാ? അവന്റെ തലയ്ക്കുമെത്തിയ ഒരു ഫലകത്തിൽ അവർ ഇങ്ങനെ എഴുതി വെച്ചു: ഇവൻ യഹൂദന്മാരുടെ രാജാവ്. നീ യഹൂദന്മാരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കൂ. നീ മസിഹ അല്ലയോ? എങ്കിൽ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. നിനക്ക് ദൈവത്തെ ഭയമില്ലേ? നിനക്ക് കിട്ടിയ ശിക്ഷ തന്നെയാണ് ഇവനും കിട്ടിയത്. എന്നാൽ ഇവൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ. ഞാൻ പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. മധ്യാഹ്നമായപ്പോൾ ദേശത്ത് അന്ധകാരം വ്യാപിച്ചു. അത് 3 മണിക്കൂറോളം നീണ്ടുനിന്നു.
ദേവാലയത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിവരെ നടുവേ രണ്ടായി ചീന്തിപ്പോയി. പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ദൈവത്തിനു മഹത്വം. വാസ്തവമായി ഈ മനുഷ്യൻ ഒരു നീതിമാനായിരുന്നു. അരിമത്യാക്കാരനായ യോസെഫ് വളരെ നീതിമാനും സന്നിധി സംഘത്തിലെ അംഗവുമായിരുന്നു. എങ്കിലും അവരുടെ ആലോചനകൾക്കും പ്രവൃത്തികൾക്കും അവൻ അനുകൂലമല്ലായിരുന്നു. ശബ്ദത്ത് ആരംഭിക്കുന്നതിന് മുമ്പേ സൂര്യാസ്തമയത്തോടെ യേശുവിന്റെ ശരീരം ഒരു കല്ലറയിൽ അടക്കം ചെയ്യുന്നതിന് അവൻ പീലാത്തോസിനോട് അനുവാദം വാങ്ങിയിരുന്നു. ക്ഷമിക്കണം, ഞങ്ങൾ കർത്താവിന്റെ ശരീരത്തെ പിന്തുടരുകയാണ്. എല്ലാവർക്കും വരാം. എന്നാൽ ശബത്ത് ആരംഭിക്കാൻ ഇപ്പോ മടങ്ങിപ്പോകാം. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ അതിരാവിലെ സുഗന്ധവർഗവുമായി അവർ കല്ലറയ്ക്കലെത്തി. കല്ലറ വാതിൽക്കൽ നിന്നും കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു. അകത്ത് കടന്നപ്പോൾ യേശുവിന്റെ ശരീരം അവിടെ കണ്ടില്ല. നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുൻപേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ. ശ്രദ്ധിക്കൂ, കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു. ഞങ്ങൾ കല്ലറയ്ക്കകത്ത് കയറി, പക്ഷെ കല്ലറയിൽ യേശുവിന്റെ ശരീരം കണ്ടില്ല. എന്താ? കർത്താവിന്റെ ശരീരം കാണുന്നില്ലെന്ന്? രണ്ടുപേർ ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു. സൂര്യനെ പോലെ ശോഭിക്കുന്ന ദൈവദൂതന്മാരായിരുന്നു. ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് ഇത് സത്യം. ഞങ്ങളെ വിശ്വസിക്കൂ, വിശ്വസിക്കൂ. ഞങ്ങൾ അവരെ കണ്ടു. നിങ്ങൾ തന്നെ ഒന്ന് പോയി കാണ. കല്ലറ ഒഴിഞ്ഞു കിടന്നു. കർത്താവ് അവിടെ ഇല്ല. പത്രോസേ, ഞങ്ങളെ വിശ്വസിക്കൂ.
ശിഷ്യന്മാരിൽ രണ്ടുപേർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു. മറ്റു ശിഷ്യന്മാരെ അറിയിക്കാൻ അവർ ആവേശത്തോടെ അവരുടെ അടുക്കൽ മടങ്ങി വന്നു. വാസ്തവമായി കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അവൻ ശിമോന് പ്രത്യക്ഷനായി. വഴിയിൽ വെച്ച് ഞങ്ങൾ അവനെ കണ്ടു, എന്നാൽ തിരിച്ചറിഞ്ഞില്ല. അപ്പം നുറുക്കി തന്നപ്പോഴാണ് കർത്താവാണെന്ന് മനസ്സിലായത്. എമ്മൂസിലോ? അത് അത്ഭുതമായിരിക്കുന്നല്ലോ. നിങ്ങൾക്ക് സമാധാനം. നിങ്ങൾ പരിഭ്രമിക്കുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ സംശയമുണ്ടാകുന്നത് എന്തിന്? നോക്കൂ, എന്റെ കൈകാലുകൾ ഞാൻ തന്നെയാണെന്നറിയുക. നിങ്ങൾ തൊട്ടു നോക്കുവിൻ. ഭൂതത്തിന് എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥിയുമില്ലല്ലോ. നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞത് ഇതേ കാര്യങ്ങൾ തന്നെയാണ്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകേണ്ടതാണ്. ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും ആദ്യം യെരൂശലേമിലും പിന്നീട് സകല ജാതികളുടെ ഇടയിലും പ്രസംഗിക്കപ്പെടും. നിങ്ങൾ ഇതിനൊക്കെയും സാക്ഷികളാകുന്നു. എന്റെ പിതാവ് വാഗ്ദാനം ചെയ്തതിനെ ഞാൻ തന്നെ നിങ്ങളുടെ മേൽ അയക്കും. എന്നാൽ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നിങ്ങൾ അതിനായി കാത്തിരിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ആമേൻ. യേശുവിനെ അടക്കം ചെയ്ത കല്ലറ ഇന്ന് ശൂന്യമാണ്. അവനെ ക്രൂശിച്ചതിന്റെ 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്നും ജീവിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാൻ അവൻ ആഗ്രഹിക്കുന്നു. യേശു തന്നെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്തതിനു ശേഷം ഏതാണ്ട് 2000 വർഷങ്ങൾ കടന്നുപോയി. എന്നാൽ ഈ ലോകത്തിൽ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ശക്തിയായി അവിടെ നിന്നും ജീവിക്കുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ഗർവിഷ്ഠരായ പല രാജതന്ത്രജ്ഞന്മാരും അവർ വന്നതുപോലെ കടന്നുപോയി. ഭരണതന്ത്രജ്ഞന്മാരും പണ്ഡിതവര്യന്മാരും ശാസ്ത്രജ്ഞന്മാരും വേദശാസ്ത്രജ്ഞന്മാരും തത്വശാസ്ത്രജ്ഞന്മാരും വരികയും പോവുകയും ചെയ്തു. എന്നാൽ യേശു മാത്രം ഇന്നും ജീവിക്കുന്നു. അവിടുത്തെ ജനനം തന്നെ നിസ്തുലമായിരുന്നു. കന്യകാമറിയത്തിലാണ് അവിടുന്ന് ജനിച്ചതെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളോട് പറയുന്നു. അവിടുത്തെ ജീവിതം കിടയറ്റതായിരുന്നു. അമാനുഷികത്വത്തിന്റെ പ്രതീകമായിരുന്നു അവിടുന്ന്. പാപം തീണ്ടാത്ത അതിവിശുദ്ധമായൊരു ജീവിതമാണ് അവിടുന്ന് നയിച്ചത്. ഇന്നോളം ജീവിച്ചിരുന്നിട്ടുള്ളവരിൽ ആരും തന്നെ ചെയ്തിട്ടില്ലാത്ത അനേകം അത്ഭുതങ്ങൾ അവിടുന്ന് ചെയ്തു. അവിടുത്തെ സന്ദേശവും നിസ്തുലമായിരുന്നു. തന്നെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നവർക്കെല്ലാം അവിടുന്ന് സ്നേഹവും പാപമോചനവും നൽകുന്നു. സർവോപരി ഒരു പുതിയ ജീവിതം അവർക്കവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു. എവിടെയെല്ലാം അവിടുത്തെ സന്ദേശം കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം ജീവിതത്തിന് ഒരു പുതിയ ഉദ്ദേശവും പ്രത്യാശയും കൈവന്നിട്ടുണ്ട്. അവിടുത്തെ ക്രൂശുമരണവും നിസ്തുലമായിരുന്നു. ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്റെ ഏകജാതനായ പുത്രനെ മനുഷ്യന്റെ പാപത്തിനുള്ള ഏക പരിഹാരമാർഗമായി ഈ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ അവിടുന്ന് നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ചു. അതെ, അവൻ നിനക്ക് വേണ്ടി മരിച്ചു. ക്രിസ്തുവിന്റെ പുനരുത്ഥാനവും നിസ്തുലമായൊരു പ്രതിഭാസമായിരുന്നു. അവിടുന്ന് മരിച്ചതിന്റെ 3-ാം ദിവസം
ചരിത്രം ഏറ്റവും അത്ഭുതകരമായൊരു സംഭവത്തിന് സാക്ഷ്യം നിന്നു. അതായിരുന്നു മരിച്ചു മൺമറഞ്ഞവരുടെ ഇടയിൽ നിന്നുമുള്ള അവിടുത്തെ പുനരുത്ഥാനം. അവിടുത്തെ ജനനം, ജീവിതം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതെല്ലാം താൻ ലോകരക്ഷകനായ ദൈവത്തിന്റെ ഏകപുത്രനാണെന്നുള്ള അവകാശവാദത്തിന്റെ അനിഷേധ്യമായ തെളിവുകളാണ്. ഈ യേശു ഇന്നും ജീവിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനും നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് സമൃദ്ധമായ ജീവിതത്തിനാവശ്യമായ ശക്തി പ്രദാനം ചെയ്യുന്നതിനും അവിടുന്ന് ആഗ്രഹിക്കുന്നു. അവിടുത്തെ വാക്കുകൾ ശ്രദ്ധിക്കുക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് വിശുദ്ധ ബൈബിൾ നമ്മളോട് പറയുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെയെന്നും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. യേശു ക്രൂശിൽ മരിച്ചപ്പോൾ അവിടുന്ന് നിങ്ങളുടെ പാപത്തിന് ന്യായമായി ലഭിക്കേണ്ടിയിരുന്ന ശിക്ഷ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. ഇപ്പോൾ ഈ നിമിഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ ഉള്ളിൽ വരും. യേശുവിന്റെ സ്നേഹവും അവിടുന്ന് നൽകുന്ന പാപമോചനവും നിങ്ങൾക്ക് അനുഭവപ്പെടണമെങ്കിൽ നിങ്ങളുടെ പാപപരിഹാരത്തിന് തിരഞ്ഞെടുത്ത പാപയാഗമായി അവനെ അംഗീകരിക്കുകയും സ്വന്തം വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ അവനെ ക്ഷണിക്കുകയും ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹം ഇതാകുന്നുവെങ്കിൽ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ യേശു തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രാർത്ഥന ഇപ്രകാരമാണ്: കർത്താവായ യേശുവേ, എനിക്ക് നിന്നെ ആവശ്യമാണ്. എന്റെ പാപത്തിനു വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഞാൻ എന്റെ ഹൃദയവാതിൽ തുറന്നു തന്ന് നിന്നെ എന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. എന്റെ ജീവന്റെ സിംഹാസനത്തെ നിനക്ക് അധീനമാക്കി തരുന്നു. നിന്റെ ഇഷ്ടപ്രകാരം എന്നെ ആക്കി തീർക്കണമേ. ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയ താല്പര്യം വെളിപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങൾ എവിടെ ഇരിക്കുന്നുവോ അവിടെ ഇരുന്ന് ഈ പ്രാർത്ഥന ചൊല്ലാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന പദാനുപദം നിർത്തി വീണ്ടും ചൊല്ലുമ്പോൾ നിങ്ങൾ അതേറ്റു ചൊല്ലുക. കർത്താവായ യേശുവേ, എനിക്ക് നിന്നെ ആവശ്യമാണ്. എന്റെ പാപത്തിനു വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഞാൻ എന്റെ ഹൃദയവാതിൽ തുറന്നു തന്ന് നിന്നെ എന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. എന്റെ ജീവന്റെ സിംഹാസനത്തെ നിനക്ക് അധീനമാക്കി തരുന്നു. നിന്റെ ഇഷ്ടപ്രകാരം എന്നെ ആക്കി തീർക്കണമേ. ആമേൻ. ഇപ്പോൾ വിശ്വാസത്തിൽ ഈ പ്രാർത്ഥന ചൊല്ലി യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചിരിക്കയാൽ അവൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു എന്ന് പൂർണ്ണമായും വിശ്വസിക്കാം. കാരണം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ രക്ഷിക്കുക എന്നുള്ളത് അവിടുത്തെ വാഗ്ദത്തമാണ്. അതുപോലെ തന്നെ സ്വന്തം പാപങ്ങൾ മോചിക്കപ്പെട്ട് ഒരു ദൈവ പൈതലായി നിത്യജീവൻ അവകാശിയായി തീർന്നിരിക്കുന്നു എന്നുള്ള ഉറപ്പും നിങ്ങൾക്ക് ലഭിക്കുന്നു. യേശു വാഗ്ദാനം ചെയ്തിരിക്കുന്ന സമ്പൂർണവും സമൃദ്ധവുമായ ഈ നിത്യജീവൻ നിങ്ങൾക്ക് അനുഭവപ്പെടണമെങ്കിൽ ദിവസം തോറും പ്രാർത്ഥനയിലൂടെ അവനോട് സംസാരിക്കുക. ദൈവവചനം വായിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് കണ്ടുപിടിക്കുക. ദൈവത്തെ സ്നേഹിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നവരുമായി സമ്പർക്കം പുലർത്തുക. ഏറ്റവും ഒടുവിലായി കർത്താവിന്റെ വിലയേറിയ വാഗ്ദാനങ്ങൾ എപ്പോഴും ഓർക്കുക. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്.